ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പതുക്കെ പതുക്കെ ഇറങ്ങും മോളെ. എനിക്കിപ്പോ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലമ്മേ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ക്ഷീണം ഒഴിച്ചാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ നല്ല ഓക്കെ എന്ന് പറഞ്ഞോണ്ടേ നാളെ തന്നെ ലീവ് മതിയാക്കി അങ്ങ് ഓഫീസിൽ പോവാന്ന് വിചാരിക്കണ്ട. 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ശരിയാ മാഡം, ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്തോളാം. പിന്നെ കാര്യങ്ങൾ വീട്ടിലിരുന്നായാലും മാഡത്തിന് നോക്കാലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ജോലിക്ക് കയറിയ പിന്നെ ഇവളായിട്ട് ഒരു റെസ്റ്റ് ഇവക്ക് കൊടുക്കൂല. മേലും കീഴും നോക്കാതെ അങ്ങ് ഓടി നടക്കുകയും ചെയ്യും. ചേച്ചിയമ്മ ഞങ്ങളെ പിടിക്കണോ? ഓ വേണ്ട വേണ്ട, ഇവിടെ വരെ എന്റെ മോളെ എനിക്ക് കൊണ്ടുവരാൻ അറിയാമെങ്കിലേ എനിക്ക് മോളെ അകത്തോട്ട് കൊണ്ടുപോകാനും അറിയാം. ഓ വലിയ സഹായക്കാര് വന്നേക്കുന്നു. എന്നാലും ഞങ്ങളെ പിടിക്കാൻ ചേച്ചിയമ്മേ. വാ അമ്മേ വാ. വാ നടക്കും. എന്നാ പിന്നെ മാഡം ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിയല്ല, ഞാൻ ഈ ബാഗൊക്കെ അകത്തുകൊണ്ട് വെക്കട്ടെ. വാ ശാന്തി. ഇനി മക്കളുടെ വിശേഷങ്ങൾ പറ. ഞങ്ങൾക്ക് ഇവിടെ എന്ത് വിശേഷം ചേച്ചിയമ്മേ? അമ്മയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യ. ഭക്ഷണം ഒന്നും കഴിക്കുകയില്ല, ഞങ്ങൾക്കെടുത്ത് തരികയില്ല അമ്മേ. ഞങ്ങള് രണ്ടുപേരും കൂടി ചോറൊക്കെ എടുത്ത് കഴിക്കുന്നത്. നേരത്തെയൊക്കെ എന്നോടും സത്യോടൊക്കെ അമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അടുത്ത് നിന്നാ വഴക്കിട്ട് ഓടിക്കും. ഒരു ദിവസം കാലത്ത് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ശാരദാമ്മ വിളിച്ചതിന് ശേഷാ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അമ്മ എന്താ ചേച്ചിയമ്മ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നേ? അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പിള്ളേരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ ഞങ്ങള്. എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ. എടി ശ്യാമേ, ഇങ്ങ് വന്നേ. അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. മക്കളിപ്പോ ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ ശ്യാമ തരത്തില്ലേ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ വഴക്കിടുന്നെന്ന്. അത് ശരിയാ. അതുകൊണ്ട് ചേച്ചി അമ്മാവത്ത് പോയി ചോദിക്കാം. നല്ല രീതിയിൽ വഴക്കിടുകയും ചെയ്യാം. പോരെ? അത് മതി. ശ്യാമാന്റെ തല്ലണ്ടേ കേട്ടോ. ഇല്ല, തല്ലില്ല.